നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബയോളജി ക്ലാസ്സിലേക്ക് ഇവിടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ, അതായത് നമ്മുടെ ജൈവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. അതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ കുറിച്ചാണ്, നമ്മൾ ഹരിത സസ്യങ്ങളെക്കുറിച്ച്, അവ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുക. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. എന്താണ് ഈ ആഗോളതാപനം? അതായത് നമ്മുടെ എർത്ത് ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥ, നമ്മുടെ ഭൂമിയുടെ താപനില വളരെ വർദ്ധിക്കുന്ന ഒരവസ്ഥ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ഈ അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം, ടെമ്പറേച്ചർ ഇങ്ങനെ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വല്ലാതെ കൂടുമ്പോൾ ആ അവസ്ഥയാണ് ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനുള്ള കാരണം, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എവിടെയാണ്? അറ്റ്മോസ്ഫിയറിൽ. തീർച്ചയായിട്ടും ജന്തുക്കളെല്ലാം റെസ്പയർ ചെയ്യുമ്പോൾ, ബ്രീത്ത് ചെയ്യുമ്പോൾ അവർ എക്സ്പെൽ ചെയ്യുന്ന, അവർ നിശ്വസിക്കുന്ന വായുവിലൂടെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഇത്രയും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യപ്പെടാത്ത ഒരവസ്ഥ, നീക്കം ചെയ്യപ്പെടാതെ ഇത് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഈ ആഗോളതാപനം എന്ന അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാം. അതായത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന അവസ്ഥ ഇംപ്യൂറാണ് എയർ. അപ്പോൾ അത് പ്യൂർ ആവണമെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂടുകയും വേണം. അപ്പം നമുക്ക് ആവശ്യമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഓക്സിജൻ്റെ അളവ് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞതുമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണമെങ്കിൽ ഈ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കാനും പകരം ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് വിടാനും കഴിവുള്ള ഏതെങ്കിലും ഘടകങ്ങൾ നമുക്ക് വേണം. അവരാണ് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ. അവരെന്ത് ചെയ്യും? അവർ അന്തരീക്ഷത്തിൽ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ കൺസ്യൂം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അവർ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൺസ്യൂം ചെയ്യുകയും അവർ സ്വീകരിക്കുകയും ആ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ്, ഒരു ഉപ ഉൽപ്പന്നമായ ഓക്സിജനെ അവർ അന്തരീക്ഷത്തിലേക്ക് വിടുകയും ചെയ്യും, റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ അതിൻ്റെ അളവിലുള്ളൊരു ബാലൻസ്, ഈ ബാലൻസ് അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഹരിത സസ്യങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുകയും അതുവഴി ഭൂമിയുടെ താപനില കൂടുകയും ചെയ്യുന്ന അവസ്ഥ, ഇൻക്രീസ് ഇൻ the amount of carbon dioxide in the atmosphere and it leads to the increase in the earth's temperature. അപ്പോൾ ഇതിന് റെമഡി എന്ന് പറയുന്നത് എന്താ? ഗ്രീൻ പ്ലാന്റ്സ് കൺസ്യൂം കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അവർ പ്രകാശ സംശ്ലേഷണത്തിനായി ഹരിത സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുക മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്ന ഹരിത സസ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മളവരെ കൺസേർവ് ചെയ്യണം, സംരക്ഷിക്കണം. എന്തിനു വേണ്ടി എന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ആഗോളതാപനം എന്ന് പറയുന്ന വിഷയം ഇല്ല. പിന്നെ വേറെയുണ്ട് മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ്, അതായത് വെള്ളപ്പൊക്കം, അങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഇതിൽ നിന്ന് സംരക്ഷിച്ച് നമ്മുടെ ജീവനെ രക്ഷിക്കണമെങ്കിലും ഹരിത സസ്യങ്ങൾക്ക് അതിലും ഒരു റോളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഹരിത സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലം ഉപയോഗിച്ചുകൊണ്ട് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഇതിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും രൂപപ്പെടും. അപ്പോൾ ഇതാണ് പ്രകാശ സംശ്ലേഷണം. ദാറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ഫുഡ്, ഈ ഫുഡ് എന്ന് വിളിക്കുന്ന ഓക്സിജൻ, ബൈ ദ ഗ്രീൻ പ്ലാന്റ്സ് ബൈ യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ അവർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു വർണ്ണകത്തെക്കുറിച്ച് പറഞ്ഞു, ഇതാണ് ക്ലോറോഫിൽ. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകത്തിൻ്റെ ഒരു സഹായത്തോടെ സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും
ഉണ്ടാകുന്നു. ഈ ഗ്ലൂക്കോസ് ഹരിതസസ്യങ്ങൾ ആവശ്യാനുസരണം അവരുടെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളത് പല ഭാഗങ്ങളിൽ ശേഖരിക്കും, അതിനെ നമ്മൾ ആഹാരമായി ഉപയോഗിക്കും. കൂടാതെ ഈ പ്രക്രിയയുടെ ഫലമായിട്ട് പുറന്തള്ളപ്പെടുന്ന ഓക്സിജനെ കരയിലെ ജീവികൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഈ പ്രക്രിയ നടക്കുന്നത് എവിടെയെന്ന് നോക്കാം. ഈ പ്രക്രിയ നടക്കുന്നത് ഹരിതസസ്യങ്ങളിലെ ഒരു പ്രത്യേകതരം ഓർഗനൽ അല്ലെങ്കിൽ കോശാംഗത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ കോശാംഗത്തിൻ്റെ പേരാണ് ക്ലോറോപ്ലാസ്റ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ ഹരിത കണം എന്ന് വിളിക്കുന്ന ഒരു വർണ്ണകം. അപ്പോൾ ഇത് സസ്യകോശങ്ങളിൽ മാത്രമുള്ളതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കോശാംഗമാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് സസ്യങ്ങൾക്ക് ഇലകൾക്കും മറ്റും പച്ച നിറം കിട്ടുന്നത്. ഈ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു ലീഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ സർഫേസ് എങ്ങനെയായിരിക്കും? മോർ ഗ്രീനർ ദാൻ ദ ലോവർ പാർട്ട്. മുകൾ ഭാഗം താഴത്തേക്കാളും കൂടുതൽ പച്ച നിറം കൂടുതലായി കാണപ്പെടും. അതിന് കാരണം എന്താ അതിൻ്റെ കാരണം? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോർ ക്ലോറോപ്ലാസ്റ്റ്. ഉപരിതലത്തിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം നന്നായിട്ട് പച്ച നിറത്തിലും അതിൻ്റെ ലോവർ സൈഡിൽ ക്ലോറോപ്ലാസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് പെയിൽ ഗ്രീൻ ആയിട്ട് കാണപ്പെടും. അപ്പോൾ ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. നമുക്കിനി ഇതിൻ്റെ ഒരു ഘടന എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരു ഡബിൾ വാൾഡ് സ്ട്രക്ചർ പോലെയാണ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുക. ഈ ഡബിൾ വാൾഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഇത് നമ്മുടെ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കാണുമെന്നുള്ളതാണ്. ഇതിനകത്ത് മെമ്പറൈനസ് സാക്കിലേക്ക് സ്ട്രക്ചർ ഇങ്ങനെ സ്തരപാളികൾ അടുക്കി വെച്ചതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചില ഭാഗങ്ങളുണ്ട്. ഈ സ്തരപാളികൾ അടുക്കിയതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രാന എന്ന് വിളിക്കും. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ടായിരിക്കും. ഈ ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ എന്ന് വിളിക്കും. ഇനി ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില സാക്കുകളുണ്ട്. ഇവരെ സ്ട്രോമ ലാമല്ലകളെന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഗ്രാനയും സ്ട്രോമയും. അപ്പോൾ എന്താണ് ഗ്രാനയും സ്ട്രോമയും? ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡ് പാർട്ടിനെ സ്ട്രോമ എന്ന് വിളിക്കും. അതിനകത്ത് കാണുന്ന മെമ്പറൈനസ് സാക്കിലേക്ക് സ്തരസഞ്ചികൾ അടുക്കി വെച്ചതുപോലുള്ള ഭാഗത്തെ ഗ്രാന എന്ന് വിളിക്കും. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രോമ ആൻഡ് ഗ്രാന? എന്താണ് ഇവരുടെ റോളെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അവിടെയാണ് ഗ്രാനയ്ക്കും സ്ട്രോമയ്ക്കും ഉള്ള പ്രാധാന്യം. അത് നമ്മളടുത്ത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയിൽ പഠിക്കും. ഇനി നമുക്കറിയേണ്ടത് ചില പിഗ്മെൻറ്റുകളെ കുറിച്ചാണ്. പിഗ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ചില വർണ്ണകങ്ങളെ കുറിച്ചാണ് നമുക്കറിയേണ്ടത്. പിഗ്മെൻറ്റ്സ്, വർണ്ണകങ്ങളെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ എന്താണ് വർണ്ണകങ്ങൾ? ഒരു വർണ്ണകത്തിൻ്റെ പേര് ഞാനിവിടെ പറഞ്ഞു, ക്ലോറോഫിൽ, ഒരു വർണ്ണകം. അതായത് ഹരിതകണത്തിനുള്ളിൽ കാണപ്പെടുന്ന ചില വർണ്ണകങ്ങളിൽ ഒന്നാണ് ക്ലോറോഫിൽ. ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഹരിതകം എന്ന് പറയും. ഹരിതകണത്തിൽ കാണുന്ന ഹരിതകം എന്നത് അതിൻ്റെ വർണ്ണകത്തിൻ്റെ പേര്. ഇനി ഈ വർണ്ണകം എത്ര തരത്തിൽ? വർണ്ണകങ്ങൾ സസ്യങ്ങളിൽ 5-6 തരത്തിലുള്ള വർണ്ണകങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞു ക്ലോറോഫിൽ എന്ന് പറഞ്ഞു. ഈ ക്ലോറോഫിലിൽ തന്നെ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്. അതായത് ഹരിതകം എ ഉണ്ട്, ഹരിതകം ബി ഉണ്ട്. കൂടാതെ കരോട്ടിൻ, സാന്തോഫിൽ, ഇത് മഞ്ഞ നിറം, ഓറഞ്ച് നിറം, ഇതൊക്കെ കൊടുക്കുന്ന വർണ്ണകങ്ങളാണ് ഇവ, പിഗ്മെൻറ്റുകളാണ്. അപ്പോൾ ഇത്തരം പിഗ്മെൻറ്റുകളൊക്കെ കാണപ്പെടും ഹരിതസസ്യങ്ങളിൽ. എവിടെ കാണപ്പെടും എന്ന് ചോദിച്ചാൽ ഈ ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. വർണ്ണകങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. ഗ്രാന എന്താണെന്നറിയാം? സരസഞ്ചികൾ അടുക്കിയതുപോലെ കാണുന്ന മെമ്പറിനസ് സാക്കിലേക്ക് സ്ട്രക്ചർ അറേഞ്ച്ഡ് ഓൺ അബൌവ് ദ അതർ. ഒന്നിനു മീതെ ഒന്നടുക്കിയതായി കാണപ്പെടുന്ന ഈ ഗ്രാന. ഈ ഗ്രാനയിലാണ് പിഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. വർണ്ണകങ്ങൾക്ക് ഉദാഹരണം ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ. മലയാളത്തിൽ ഇത് തന്നെയാണ് പറയുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ. ഇവയാണ് വർണ്ണകങ്ങൾക്ക് ഉദാഹരണം, പിഗ്മെൻറ്റുകൾക്ക് ഉദാഹരണം. ഇനി ഈ പിഗ്മെൻറ്റുകൾ എന്താണ് ചെയ്യുന്നത് നോക്കി. ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് ദേ ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവയ്ക്ക് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്, അബ്സോർവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഈ പിഗ്മെൻറ്റുകളുടെ ഒരു പ്രാധാന്യം, വർണ്ണകങ്ങൾക്കുള്ള പ്രാധാന്യം അതാണ്. ദേ ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. അവർക്ക് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയും. ഇനി ഇവയിൽ ഹരിതകം എ, ബി, ഒപ്പം കരോട്ടിൻ, സാന്തോഫിൽ ഇവ വർണ്ണകങ്ങളാണ്, പിഗ്മെൻറ്റുകളാണ് നമുക്കറിയാം. പക്ഷേ ഇവരിൽ ഹരിതകം എക്ക് മാത്രം, ഹരിതകം എ എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ എ,
ഇവയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോറോഫിൽ എക്ക് മാത്രമേ ഈ പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ ക്ലോറോഫിൽ എയുടെ പേര് മാത്രം നമ്മൾ വെറുതെ ക്ലോറോഫിൽ എന്ന് എഴുതി വേണമെങ്കിൽ നമുക്ക് എന്ന് എഴുതാം. ആ പേര് മാത്രം നമ്മൾ ഈ പ്രോസസ്സിൽ പറയുന്നത് ഇതിന് മാത്രമേ നേരിട്ട് ഈ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത്? ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയ വർണ്ണകങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദേ ക്യാൻ ആൾസോ അബ്സോർബ് സൺലൈറ്റ്. അവയ്ക്ക് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ ദേ കനോട്ട് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. അവർക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യുക? ഇവ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് കൈമാറും. അവയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവ അബ്സോർബ് ചെയ്തിട്ട് ദേ ട്രാൻസ്ഫോം ടു ക്ലോറോഫിൽ എ. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് ക്ലോറോഫിൽ എയെ സഹായിക്കുന്നത് കൊണ്ട് ദീസ് പിഗ്മെൻറ്റ്സ് ആർ നോൺ ആസ് ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയും. അവയെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സഹായക വർണ്ണകങ്ങൾ? ക്ലോറോഫിൽ എ ഒഴികെയുള്ള മറ്റു വർണ്ണകങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവ സൂര്യപ്രകാശത്തെ സ്വീകരിച്ച് ക്ലോറോഫിൽ എയിലേക്ക് കൈമാറുന്നു. അവയെ എന്ത് വിളിക്കുന്നു? സഹായക വർണ്ണകങ്ങളെന്ന് വിളിക്കും. അപ്പോൾ നമ്മളിവിടെ ആക്സസറി പിഗ്മെൻറ്റ്സുകളൊക്കെ കുറിച്ച് പറഞ്ഞു. എന്താണ് ആക്സസറി പിഗ്മെൻറ്റ്സ്? Some pigments can absorb sunlight, but they cannot directly participate in photosynthesis. Such pigments are known as accessory pigments. For example, chlorophyll B, xanthophyll, carotene, etc. are known as accessory pigments. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം ഇപ്പോൾ പഠിച്ചു. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിക്കുകയും പകരം ഓക്സിജൻ റിലീസ് ചെയ്യും. അങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ബാലൻസ് അറ്റ്മോസ്ഫിയറിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ആ സൗരപ്രക്രിയയിലൂടെ എങ്ങനെയാണ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് നിലനിർത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഉണ്ടാകുന്നു ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനും ഉണ്ടാകുന്നു. ഇനി അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ അനിമൽസ് യൂസ് ചെയ്യുന്നു. എന്തിനാ? ഫോർ ബ്രീത്തിങ്. അവർ റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒപ്പം ഈ ഗ്ലൂക്കോസിനെയും ആര് തന്നെ യൂസ് ചെയ്യുന്നു? അനിമൽസ് യൂസ് ചെയ്യുന്നു ഫോർ ഫുഡ്. ഇനി എന്ത് ചെയ്യും? ഈ അനിമൽസ് ഓക്സിജൻ ഉപയോഗിക്കുന്നു, റെസ്പിറേഷന് ബ്രീത്തിങ്ങിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അനിമൽസ് അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽ ചെയ്യുന്നു. ഈ കാർബൺ ഡയോക്സൈഡിനെ ഗ്രീൻ പ്ലാന്റ്സ് വീണ്ടും ഫോട്ടോസിന്തസിസിന് വേണ്ടി സ്വീകരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സൈക്കിൾ. കണ്ടോ? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് അവർ കൺസ്യൂം ചെയ്യുന്നു. കണ്ടോ? ഓക്സിജനെ പുറന്തള്ളുന്നു അന്തരീക്ഷത്തിലേക്ക്, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സും ആ ഒരു പ്രക്രിയ, ഒരു ബാലൻസ്, കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ബാലൻസ് അറ്റ്മോസ്ഫിയറിൽ നിലനിർത്തുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ. അത് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഗ്രീൻ പ്ലാന്റ്സ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? അനിമൽസ് ചെയ്യാൻ പറ്റുന്നോ? ഇല്ല. നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നു, അപ്പോൾ കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി ഗ്ലോബൽ വാർമിങ്ങിലേക്ക് പോകാവുന്നേ ഉള്ളൂ. ഓക്സിജൻ കുറഞ്ഞ് എയർ ഇമ്പ്യൂറായി മാറും. പക്ഷേ അത് വീണ്ടും പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ഏറ്റവും വില കുറഞ്ഞ മാർഗ്ഗമാണ് പ്യൂരിഫിക്കേഷൻ്റെ. ഓക്സിജൻ കൂട്ടുക, അതാണ് പ്യൂരിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം. അത് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ? പ്ലാന്റ്സിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് ഗ്രീൻ പ്ലാന്റ്സ് നിലനിർത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരുന്ന ഒരു ചാർട്ടാണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പോൾ ഈ പ്രക്രിയയിലൂടെ അവർ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് അറ്റ്മോസ്ഫിയറിൽ നിലനിർത്തുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഫോട്ടോസിന്തസിസ്. ഈ പ്രക്രിയ എങ്ങനെ നടക്കും? ആദ്യം ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയപ്പോൾ കണ്ടതാണ്. എങ്ങനെ? കാർബൺ ഡയോക്സൈഡും വാട്ടർ യൂസ് ചെയ്യുന്നു. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫിൽ എന്ന വർണ്ണകത്തെ, അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനലിൻ്റെ ഉള്ളിൽ വെച്ച് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഹരിതകം എന്ന് പറയുന്ന വർണ്ണകത്തിൻ്റെ സഹായത്തോടെ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും രണ്ടും അനിമൽസിന് പ്രയോജനപ്പെടുന്ന രണ്ട് വസ്തുക്കൾ അവരുണ്ടാക്കുകയും ചെയ്യുന്നു. അത് ആ ഗ്ലൂക്കോസ് എന്ന ഫുഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഓക്സിജൻ. അങ്ങനെയാണ് അത് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഇപ്പം നമുക്കറിയാം പ്രധാനമായും എന്തൊക്കെ വേണം? കാർബൺ ഡയോക്സൈഡും വാട്ടറും വേണം, പിന്നെ മിനറൽസ് വേണം, സാൾട്ട് വേണം, ഇതെല്ലാം വേണം, സൺലൈറ്റ് വേണം. ഇതെല്ലാം വേണമെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. ഇനി എവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നു. ഇലകളിൽ നടക്കുന്നു, അതായത് ലീവ്സ്. അത് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇലകളിൽ ലീവ്സിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഗ്രീൻ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, അതായത് പച്ച നിറമുള്ള ഇളം തണ്ടുകളിലും അല്ല നടക്കും ഫോട്ടോസിന്തസിസ്. എന്നാലും കൂടുതൽ എവിടെ തന്നെയാണ്? ഇലകളിൽ തന്നെയാണ്. ആ മറ്റു ഭാഗങ്ങളിൽ താരതമ്യേന കുറവായിരിക്കും ക്ലോറോപ്ലാസ്റ്റ്. കൂടുതൽ ഇലകളിൽ തന്നെയാണ് കൂടുതൽ നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം.
ഇനി എങ്ങനെയാണ് ഇലകളിൽ നടക്കുന്നത്? അപ്പോൾ സസ്യങ്ങളുടെ ഇലകളിൽ വെച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുമെന്ന് പറഞ്ഞു, ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ എന്തൊക്കെ അവർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം, സൂര്യപ്രകാശം വേണം. ഇനി നോക്കിക്കോ, എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്തുക, ജലം എങ്ങനെയാണ് ഇവിടെ എത്തുക, ഇതുമാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പം ലീഫിൻ്റെ ഉപരിതലത്തിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് പോസ് ഉണ്ട്. ഈ പോസിൻ്റെ പേര് നിങ്ങൾ സ്റ്റൊമാറ്റ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് വിളിക്കുന്ന ചെറു ചെറു സുഷിരങ്ങളിലൂടെ ഇലകൾക്കുള്ളിലേക്ക് പ്രവേശിക്കും. ഇലകൾക്കുള്ളിൽ ആരുണ്ടാവും? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണങ്ങളുണ്ടാകും, അതിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഇലകളുടെ ഉപരിതലത്തിലെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് വിളിക്കുന്ന സുഷിരങ്ങളിലൂടെ നേരിട്ട് ഇലകളിലേക്ക് എത്തും. ഇനി ജലം എങ്ങനെയാണ് എത്തുക? ജലം എത്തുന്നത് ജലം എവിടെ ഉണ്ടാവുക? ഭൂമിയുടെ, അതായത് സോയിലാണ് അല്ലേ, മണ്ണിലുണ്ടാകും. ഈ മണ്ണിൽ നിന്ന് ജലം എങ്ങനെ പോവും? ഇതുവഴി വേര് വലിച്ചെടുത്ത് അത് സൈലം എന്ന് പറയുന്ന കുഴലിലൂടെ, സൈലം കോയിലുകളുടെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് സൈലം കോയിലുകളെക്കുറിച്ച്. സൈലം എന്ന് പറയുന്ന കുഴലിലൂടെ ഇങ്ങനെ പോയിട്ട് ജലം എത്തും. മനസ്സിലായി? അപ്പോൾ 2 വഴിയിലൂടെ 2 പേരും എത്തുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. അപ്പോൾ നമുക്ക് നോക്കാം പാത്ത് വേ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് എത്തുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഏതിലൂടെ ചെല്ലും? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സുഷിരങ്ങളിലൂടെ. സ്റ്റൊമാറ്റയ്ക്ക് ആസ്യരന്ധ്രങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. അതിലൂടെ കടന്ന് ലീവ്സ്, ഇലകളിൽ എത്തും. ഇനി ജലം എവിടെ കൂടെ വരുന്നത്? ജലം സോയിലിൽ നിന്ന് സൈലം എന്ന് പറയുന്ന കുഴലിലൂടെ കടന്ന് അവരെവിടെ എത്തും? ഇലകളിൽ എത്തും. അപ്പോൾ ഇലയ്ക്ക് എന്ത് ലഭിച്ചു കഴിഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലഭിച്ചു കഴിഞ്ഞു. ഇനി ക്ലോറോപ്ലാസ്റ്റിൽ, ഹരിതകണത്തിൽ വെച്ച് അവർ സൂര്യപ്രകാശത്തിൻ്റെ സൂര്യപ്രകാശം എങ്ങനെ എത്തും? അവിടെ ഇരുന്നുകൊണ്ട് വർണ്ണങ്ങൾ ആഗിരണം ചെയ്യും. ആഗിരണം ചെയ്ത് ക്ലോറോഫിലിയെയും ആഗിരണം ചെയ്യും, അത് നേരിട്ട് പങ്കെടുക്കും. മറ്റുള്ളവർ പങ്കെടുക്കില്ല, ആഗിരണം ചെയ്ത് ക്ലോറോഫിൽ എക്ക് കൊടുക്കും. അങ്ങനെ അവിടെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കും. ഇനി നമുക്ക് ആ പ്രക്രിയ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ എഴുതി വെക്കുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഗീവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ എന്ന് നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതി വയ്ക്കും. പക്ഷേ അത് സിമ്പിളി ഒരു സ്റ്റെപ്പായിട്ടല്ല നടക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ 2 ഫേസുകളായിട്ടാണ് നടക്കുകയെന്ന് പറയും. ഈ 2 ഫേസുകൾ മാത്രമല്ല ഇതിനകത്തുള്ളത്, അത് ഒരുപാട്, ആ 2ാമത്തെ ഫേസിനകത്ത് തന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ 2 ഫേസുകൾ മാത്രം പഠിച്ചാൽ മതി, 2 ഘട്ടങ്ങൾ. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ 2 ഘട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഈ പടത്തിനകത്തുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ 2 ഘട്ടങ്ങൾ. ഇത് നടക്കുന്നത് എങ്ങനെ? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എങ്ങനെ? അപ്പം നമ്മളിപ്പോൾ ആരെക്കുറിച്ച് ആലോചിക്കണം? ഹരിത കണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. അതിനകത്ത് സാക്കിലേക്ക് എന്തുണ്ട്? ഒന്നിനൊന്ന് അടുക്കിയതുപോലത്തെ ഗ്രാനുകളുണ്ട്. പിന്നെ ഇതിൽ ഫ്ലൂയിഡ് പാർട്ടുണ്ട്. ഈ ഫ്ലൂയിഡ് പാർട്ടിൻ്റെ പേര് സ്ട്രോമ എന്നും അടുക്കി വെച്ചിരിക്കുന്ന സഞ്ചികളുടെ പേര് ഗ്രാന എന്നും. ഇനി നമുക്ക് നോക്കാം ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്ന 2 ഫേസുകളുണ്ട്. അപ്പം നമുക്ക് ആദ്യം ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ഫേസ് എന്ന് വിളിക്കാം, ലൈറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കാം. മറ്റൊന്ന് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഡാർക്ക് ഫേസ് എന്ന് പറയാം. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, മലയാളത്തിൽ തന്നെ അങ്ങനെയാണ് പറയുക. പ്രകാശഘട്ടം എന്നും ഇരുണ്ട ഘട്ടം എന്നും. അപ്പോൾ എപ്പോഴും ആദ്യം പ്രകാശഘട്ടം നടന്ന ശേഷമായിരിക്കും ഇരുണ്ട ഘട്ടം നടക്കുക. ഇനി പ്രകാശഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആദ്യം ജലത്തെ വിഘടിപ്പിക്കുന്നു. ജലത്തെ വിഘടിപ്പിച്ചിട്ട് എന്തൊക്കെയാക്കി മാറ്റുമെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ 1ാം ഘട്ടമായ പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ജലം ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കപ്പെടുന്നു. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജൻ റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് കിടക്കും. ഇവിടെ ബാക്കി ആരാ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഇത് സ്ട്രോമയിലേക്കും കിടക്കും. ഇതാണ് 1ാം ഘട്ടം. ഇനി ഇവിടെ വേറൊരു സംഭവം കൂടെ നടക്കും. സോളാർ എനർജി, അതായത് സൺലൈറ്റിൽ നിന്ന് അവിടെ നിന്ന് സ്വീകരിക്കപ്പെടുന്ന സൗരോർജ്ജത്തെ കെമിക്കൽ എനർജിയാക്കി മാറ്റും, അതായത് രാസോർജ്ജമാക്കി മാറ്റും. സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയ നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇനി ഇതിനെ വിളിക്കുന്ന പേരെന്താ? ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം എന്നാണ് വിളിക്കുന്നത്.
ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത. ലൈറ്റ് ഈസ് യൂസ്ഡ്, പ്രകാശം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് 3 പോയിന്റുകളായിട്ട് ഇതിങ്ങനെ പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫേസ് ലൈറ്റ് ഫേസ്, പ്രകാശഘട്ടം. ആ ഘട്ടത്തിൽ ആദ്യം നടക്കുന്ന ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനെ ഓക്സിജനുമാക്കി മാറ്റും. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അടുത്ത് ബാക്കിയുള്ള ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് കിടക്കും. ഈ സ്ട്രോമയിലേക്ക് അത് പോകുന്നതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇനി ആ ഘട്ടത്തിൽ തന്നെ സോളാർ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റിയിട്ട് ATP എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് സംഭരിച്ചു വയ്ക്കും. സൗരോർജ്ജം രാസോർജ്ജമായി മാറും. ഇവിടെ പ്രകാശം ഉപയോഗിക്കും. ഇനി ഇതെവിടെ നടക്കുമെന്നുള്ളത് 4ാമത്തെ പോയിന്റ്. ഇറ്റ് അക്കേഴ്സ് ഇൻ ദ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അതായത് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്തുള്ള ലിക്വിഡ് പാർട്ടാണല്ലോ, ഫ്ലൂയിഡ് പാർട്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ഈ സ്ട്രോമയിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ആൾ അബൌട്ട് ലൈറ്റ് ഫേസ്. ഇതാണ് പ്രകാശഘട്ടം. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമായിട്ടാണ് ഡാർക്ക് ഫേസിൽ നടക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. 1ാമത്തെ പോയിന്റ്, ഇപ്പോൾ ഹൈഡ്രജൻ എവിടേക്ക് പോയി? സ്ട്രോമയിലേക്ക് പോയി. ഓക്സിജൻ എവിടേക്ക് പോയി? അറ്റ്മോസ്ഫിയറിൽ. ഇവ ഉണ്ടായത് എങ്ങനെ? ജലത്തെ വിഘടിപ്പിച്ചപ്പോൾ കിട്ടിയതാണ്. 2ാമത്തെ സ്റ്റെപ്പായ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിൽ സ്ട്രോമയിലേക്ക് എത്തിയ ഹൈഡ്രജൻ നേരെ ഗ്രാനയിലേക്ക് എത്തി. ഇത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. കണ്ടോ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അവസാന പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസ് മാത്രമാണോ ഉണ്ടാകുമെന്ന് ചോദിച്ചാലല്ല. അതിന് നമുക്കത് പറയണ്ട, ബാക്കി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത്രയും മതി. ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറും? ഗ്ലൂക്കോസായിട്ട് മാറും. ഇനി 2ാമത്തെ പോയിന്റ് നോക്കുക. നമ്മളിവിടെ കണ്ടതുപോലെ വല്ലതുമൊക്കെ അവിടെ നടക്കുന്നുണ്ടൊക്കെ. ലൈറ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരെന്താ? ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം. ആ പേരെന്ത് സൂചിപ്പിക്കുന്നു? ലൈറ്റ് ഈസ് നോട്ട് നെസസറി. അപ്പോൾ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, പ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഇത് എവിടെ നടക്കുമെന്ന് നോക്കാം. ലൈറ്റ് ഫേസ് നടക്കുന്ന സ്ട്രോമയിലാണെങ്കിൽ ഡാർക്ക് ഫേസ് അക്കേഴ്സ് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഇതെപ്പോഴും ഫില്ല് ചെയ്യാൻ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഡാർക്ക് ഫേസ് നടക്കുന്ന ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡാർക്ക് ഫേസ്, ലൈറ്റ് ഫേസ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം ഒരു കൂടെ നോക്കിക്കൊള്ളുക. പ്രകാശഘട്ടത്തിൽ ജലം വിഘടിക്കുന്നു, ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. അടുത്ത സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഇത് സംഭരിക്കുന്ന ഒരു അതിനോട് ATP എന്ന് പറയുന്ന മോളിക്യൂള്, അതിനെക്കുറിച്ച് അടുത്ത് പറയും. അപ്പോൾ ATP സംഭരിക്കുന്നു, പ്രകാശം ഉപയോഗിക്കുന്നു. ഇത് ഗ്രാനയിൽ നടക്കും. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഞാൻ മാറി പറഞ്ഞൊന്നൊരു ഓർമ്മയില്ല. ഗ്രാനയിലാണ് നടക്കുന്നത്. ലൈറ്റ് ഫേസ് അക്കേഴ്സിൻ്റെ ഗ്രാന. ഇനി ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? സ്ട്രോമയിലേക്ക് പോകും നമ്മൾ പറഞ്ഞു. ആ ഹൈഡ്രജനെ ഏത് ഹൈഡ്രജനാണ്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തുണ്ടായ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്ന പേര് ഡാർക്ക് ഫേസ് എന്നും. ഇറ്റ് അക്കേഴ്സ് ഇൻ ദ സ്ട്രോമ. ഇത് സ്ട്രോമയിൽ നടക്കുകയും ചെയ്യുന്നു. ഇനി ഡാർക്ക് ഫേസിൽ നടക്കുന്ന ഇത്രയും റിയാക്ഷനെ ഇത് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു സയൻറ്റിസ്റ്റ്. അയാളുടെ പേരാണ് മെൽവിൻ കാൽവിൻ എന്നാണ് പേര്. മെൽവിൻ കാൽവിൻ എന്ന് വിളിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഈ ഡാർക്ക് ഫേസിൽ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എളുപ്പത്തിൽ പറഞ്ഞത് ഹൈഡ്രജൻ കമ്പയർസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര സിമ്പിൾ അല്ല ഇത് കുറേ സ്റ്റെപ്പുകളായിട്ട് നടക്കുന്നത്. അവിടെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനെല്ലാം ആ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ഒരാളാണ് മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫേസിനെ വേറൊരു പേരും കൂടെ വിളിക്കും, കാൽവിൻ സൈക്കിൾ എന്നൊരു പേരും കൂടെ ഉണ്ട് ഡാർക്ക് ഫേസിന്. അതെന്തുകൊണ്ടാണ്? മെൽവിൻ കാൽവിൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ്സസ് ദ കെമിക്കൽ റിയാക്ഷൻസ് അക്കേഴ്സ് ഇൻ ദ ഡാർക്ക് ഫേസ്. അതുകൊണ്ടാണ് കാൽവിൻ സൈക്കിൾ എന്നും പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്കറിയേണ്ടത്, അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഇതുണ്ടാക്കി ഗ്ലൂക്കോസ് നിർമ്മിച്ചു സസ്യങ്ങൾ. അപ്പം ഓക്സിജൻ നിർമ്മിച്ചു. ഓക്സിജൻ അങ്ങനെ അന്തരീക്ഷത്തിലെത്തി. കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ കൺസ്യൂം ചെയ്യുകയും ചെയ്തു, അവർ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ പ്രകാശ സംശ്ലേഷത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി. ഇനി അടുത്ത് നമുക്കറിയേണ്ടത്, ഈ ഫുഡിനെ അവരെന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ഈ ഗ്ലൂക്കോസ് ഇപ്പോൾ എവിടെ? ഇലകളിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇലകളിലുണ്ടായ ഗ്ലൂക്കോസ് നമുക്കറിയാം. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ. നമ്മൾ പെട്ടെന്ന് ജലത്തിൽ ലയിച്ചു പോകുന്നൊരു വസ്തുവാണ് ഗ്ലൂക്കോസ്. അതുകൊണ്ട് തന്നെ ഈ സസ്യങ്ങൾക്ക് ഒരിക്കലും ഈ ഗ്ലൂക്കോസിനെ അങ്ങനെ തന്നെ സംഭരിച്ച് വയ്ക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അവരതിനൊരു മാർഗവും കണ്ടിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുമെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ അവർ സ്റ്റാർച്ചാക്കി മാറ്റും.
ഈ സ്റ്റാർച്ചാക്കി മാറ്റിയ ശേഷം അവരെവിടെ സംഭരിച്ച് വയ്ക്കും? ലീവ്സിൽ, ഇലകളിൽ സംഭരിച്ച് വയ്ക്കും. അപ്പോൾ ഈ സ്റ്റാർച്ചിനെ സ്പ്ലിറ്റ് ചെയ്ത് അവരെ ആവശ്യത്തിന് ആ സസ്യങ്ങൾക്ക്, ഇലകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ഊർജ്ജം ഇവരിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ ബാക്കി വരുന്ന സ്റ്റാർച്ചിന് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ചിനെ പിന്നീട് സുക്രോസ് എന്ന രൂപത്തിലേക്കാക്കി മാറ്റും. സുക്രോസ് എന്ന രൂപത്തിലേക്കാക്കി മാറ്റിയ ശേഷം ഫ്ലോയം എന്ന് പറയുന്ന സംവഹന കല, ഫ്ലോയം അറിയാം, എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് ജലലവണങ്ങളോ വലിച്ച് ഇലകളിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ ഫ്ലോയം എന്ന് പറയുന്ന കലകൾ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്ലോയം എന്ന കലയിലൂടെ ഈ സുക്രോസ് എന്ന രൂപത്തിലേക്കാക്കി മാറ്റിയ ഗ്ലൂക്കോസിനെ പല ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇവർ സംഭരിച്ച് വയ്ക്കും. ഏതൊക്കെ രൂപത്തിലാണ് സംഭരിക്കുക? സ്റ്റാർച്ച് എന്ന രൂപത്തിൽ സംഭരിക്കുന്നുണ്ട്, ഇനി പ്രോട്ടീൻ എന്ന രൂപത്തിൽ സംഭരിക്കുന്നുണ്ട്, ഫാറ്റ് എന്ന രൂപത്തിൽ സംഭരിക്കുന്നുണ്ട്, പിന്നെ സുക്രോസ് ആയി തന്നെ സംഭരിക്കുന്നുണ്ട്, ഫ്രക്ടോസ് ആയിട്ട് സംഭരിക്കുന്നുണ്ട്. ഇങ്ങനെ പല രൂപത്തിലും അവർ സംഭരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇനി സ്റ്റാർച്ച് ആയിട്ട് സംഭരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഏതാ? ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമല്ലോ, അതിനകത്ത് സ്റ്റാർച്ച് മലയാളത്തിൽ തന്നെ അന്നജ രൂപത്തിൽ സംഭരിക്കുന്നു എന്ന് പറയും, ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ. ഇനി പ്രോട്ടീനായിട്ട് എവിടെ? ലെഗ്യൂംസ്, പയറ് വർഗ്ഗങ്ങളിൽ സംഭരിക്കുന്നത് എങ്ങനെ? പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയുന്ന ഒരു രൂപത്തിൽ. ഇനി ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന രൂപത്തിൽ സംഭരിക്കുന്നത് ഓയിൽ സീഡുകളിൽ, എണ്ണക്കുരുക്കളിൽ ഇത് സംഭരിക്കുന്നത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന രൂപത്തിൽ. ഇനി സുക്രോസ് ആയിട്ട് സംഭരിക്കുന്നത് ഷുഗർ കെയിനിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് കരിമ്പിൽ അങ്ങനെയാണ്. ഫ്രക്ടോസ് ആയിട്ട് ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് എന്ന രൂപത്തിൽ. ഇങ്ങനെയൊക്കെയാണ് സംഭരിച്ച് വയ്ക്കുന്ന പല മാർഗ്ഗങ്ങൾ. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു സ്റ്റാർച്ച്. എന്തിനാണ് സസ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഗ്ലൂക്കോസ് ഈസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ. പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നതിനാൽ അലേയമായ രൂപത്തിലേക്കാക്കി മാറ്റുന്നു സ്റ്റാർച്ച്, അല്ലെങ്കിൽ അന്നജം എന്ന രൂപത്തിലേക്കാക്കി മാറ്റുന്നു. പിന്നീട് അന്നജത്തെ സുക്രോസ് എന്ന രൂപത്തിലാക്കി മാറ്റും. ഫ്ലോയം എന്ന് പറയുന്ന സംവഹന കലകളിലൂടെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് പല രൂപത്തിൽ ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ, നമ്മൾ കൺസ്യൂമേഴ്സാണ്, അവർ എന്താണ്? പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം നമുക്ക് കിട്ടിയ രണ്ട് ഉപയോഗങ്ങൾ: ഒന്ന്, ഗ്ലൂക്കോസ് കണ്ട് നമുക്ക് എനർജി ഉണ്ടാക്കാൻ ആവശ്യമായ നമ്മൾ കഴിക്കുന്ന പല ആഹാര സാധനങ്ങളും അവർ ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കിയ ഗ്ലൂക്കോസാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. കൂടാതെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന, നമ്മൾ എക്സ്പയർ ചെയ്യുന്ന ഓക്സിജനും അവർ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ്. ഇനി നമുക്ക് ATP എന്താണെന്ന് നോക്കാം. അപ്പോൾ ATP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ എനർജി കറൻസി ഓഫ് ദ സെൽ. അതാണ് ATP വിളിക്കുന്ന പേര് ഊർജ നാണയമെന്ന് വിളിക്കും. പിന്നെ പറയുന്ന പേര് എനർജി കറൻസി. എന്താണ് ഊർജ നാണയം? ഇപ്പം നമ്മൾ ലൈറ്റ് ഫേസിൽ സോളാർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കെമിക്കൽ എനർജി, സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റിയെന്ന് പറഞ്ഞു. ആ രാസോർജ്ജത്തെ സ്വീകരിക്കുന്ന പ്രത്യേക തന്മാത്രകളാണ്, ശേഖരിച്ച് വയ്ക്കുന്ന, അതിനെ സംരക്ഷിച്ച് വയ്ക്കുന്ന, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്രത്യേക മോളിക്യൂളുകളാണ് ATP. അപ്പോൾ ATP സംഭരിച്ച് വയ്ക്കുകയും ഊർജം ആവശ്യമുള്ള സമയത്ത് ഈ ATPയെ ADP പ്ലസ് ഫോസ്ഫേറ്റ്, അതായത് വിഘടിപ്പിച്ച് ഫോസ്ഫേറ്റ് ADP ആയി മാറുമ്പോൾ ഇതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുകയും ഈ എനർജിയെ നമ്മൾ സസ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതായത് സസ്യങ്ങൾ, ജന്തുക്കളും ഒക്കെ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക്, മെറ്റബോളിക് റിയാക്ഷൻസിന് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ട്രാൻസാക്ഷന് സഹായിക്കുന്നത് കൊണ്ടാണ് ഇനി എന്ത് വിളിക്കുന്നത്? എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ നാണയം എന്ന് വിളിക്കുന്നത്. സോ ATP മോളിക്യൂൾസ് ആർ നോൺ ആസ് ദ എനർജി കറൻസി ഓർ ഊർജ നാണയം എന്ന് വിളിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ATP മോളിക്യൂൾസ് ആൻഡ് വെൻ ഇറ്റ് is split up into ADP and phosphate, energy is released. It is used for the metabolic activities. ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എനർജി ATP സംഭരിക്കുകയും അതുവഴി കൈമാറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ATP is known as the energy currency or ഊർജ നാണയമെന്ന് വിളിക്കുന്നു. ഇതാണ് ATPയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും. പ്രകാശ സംശ്ലേഷണം എന്താണ്, അവിടെ എന്തൊക്കെ ഉപയോഗിച്ചു,
ഇനി അതിൽ ഒറ്റ ഘട്ടമാണോ? അല്ല, 2 ഘട്ടത്തിൽ നടക്കുന്നു. ഓരോ ഘട്ടത്തിൽ നടക്കുന്നത് എന്താ? ലൈറ്റ് ഉപയോഗിക്കുന്നത് എവിടെ, ഉപയോഗിക്കാത്തത് എവിടെ, ലൈറ്റ് ഉപയോഗിക്കുന്ന ഘട്ടം നടക്കുന്നത് എവിടെ, ലൈറ്റ് ഉപയോഗിക്കാത്ത ഘട്ടം നടക്കുന്നത് എവിടെ. അതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഊർജ്ജം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു, ഊർജ്ജത്തെ സംഭരിക്കുന്ന ATP യെക്കുറിച്ച് പറഞ്ഞു. ഇനി ഓക്സിജൻ, ഫോട്ടോസിന്തസിസിൻ്റെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രോഡക്റ്റായ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോയി. ഗ്ലൂക്കോസ് എന്ത് ചെയ്തു? സ്റ്റാർച്ചായി മാറി, പിന്നീട് സുക്രോസായി മാറി, പിന്നെ സസ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തി. അവ സംഭരിച്ചു പല രൂപത്തിൽ, അതെല്ലാം നമ്മൾ ആഹാരമാക്കി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ഫുഡ് ആൻഡ് ഓക്സിജൻ ഫ്രം ദ പ്ലാന്റ്സ്. അങ്ങനെ സസ്യങ്ങളുടെ സഹായത്തോടെ നമുക്ക് ആവശ്യമായ ഓക്സിജനും ആഹാരം കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനോടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് സൂം ആപ്പിലൂടെ നിങ്ങൾക്കുള്ള സംശയത്തിന് മറുപടിയുമായി ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾ നന്നായി പഠിച്ച ശേഷം നിങ്ങൾക്ക് സംശയമുള്ളതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ലൈവ് ചാറ്റിൻ്റെ സമയത്ത് സംശയങ്ങൾ എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ശരിയായി സംശയം പരിഹരിച്ച് തരുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്കുള്ള ഹോംവർക്കുകളും നിങ്ങൾ ചെയ്യേണ്ട വർക്ക്ഷീറ്റുകളും എല്ലാം ആ സമയത്ത് ഞാൻ പറയുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.